ഡൈവോഴ്സ് മാത്രമല്ല മോളെ, സുമിത്രയുടെ വിവാഹവും ശങ്കരൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏ? വിവാഹോ? അതെ, സെക്കൻഡ് മാരേജ്. അപ്പോ അവര് ശരിക്കും പ്രീ പ്ലാൻഡ് ആണല്ലേ? അതെ രമേശ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിന്റെ മുന്നോടിയായിട്ടാണ് അവർ ഈ ഡൈവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്തത്. പിന്നെന്തിനാ വലിയ ദയാലുവിന്റെ വേഷം കെട്ടി സുമിത്ര ഹോസ്പിറ്റലിൽ വന്നത്? പ്രസാദ് സുമിത്രയുടെ ആരുമല്ലല്ലോ, പിന്നെന്തിനു വന്നു? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സ്വന്തം മുഖം രക്ഷിക്കാൻ. ക്രൂരനും നീചനുമായ ഭർത്താവാണെങ്കിലും അയാൾ ഒരു അപകടത്തിൽപ്പെട്ടപ്പോ എല്ലാം മറന്ന് കാണാനെത്തിയ മഹതി. അങ്ങനെ ആവൂലോ ചരിത്രത്തിൽ പേര് വരിക. ഹോ, ഇത്ര വക്രബുദ്ധിയുള്ളവളായിരുന്നോ സുമിത്ര? വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാലമാമ. ബാലമാമയുടെ ഉറ്റ സുഹൃത്തിന് കവിതയേക്കാൾ ചേരുന്നത് പൊളിറ്റിക്സ് ആണ്. സുഹൃത്തിന് മാത്രമല്ല, സുഹൃത്തിന്റെ മകൾക്കും. വിവാഹം തീരുമാനിച്ചു എന്നുള്ളത് സത്യം തന്നെയാണോ ബാലമാമ? അതേ മോളെ, നമുക്കറിയാവുന്ന ആളാണ് വരൻ. ഗൾഫിൽ ജോലിയുള്ള ദിലീപ്. ദിലീപ്? ഈ ദിലീപിന്റെ പേര് പറഞ്ഞല്ലേ പ്രസാദ് സുമിത്രയായിട്ട് പലപ്പോഴും വഴക്കുകൂടിയിട്ടുള്ളത്? അതെ, അവർ കോളേജിൽ വെച്ചേ പരിചിതരായിരുന്നു. അപ്പോ ഇതൊരു പഴയ ബന്ധമാണല്ലോ. പ്രസാദിന്റെ സംശയങ്ങള് വെറുതെ ആയിരുന്നില്ലല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് ഇനി എന്താ കാര്യം? കാര്യമില്ലേ? നിരപരാധിയായ ഭാര്യയെ ദ്രോഹിച്ച നീചനായ ഭർത്താവായിട്ടല്ലേ നമ്മുടെ പ്രസാദിനെ അവർ ഇത്ര നാളും ചിത്രീകരിച്ചത്? നമ്മളും കുറെയൊക്കെ അത് വിശ്വസിച്ചില്ലേ, അവനെ കുറ്റപ്പെടുത്തിയില്ലേ? പക്ഷെ സത്യം ആരുടെ ഭാഗത്താണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ ബാലമാമ? ചെയ്യാത്ത തെറ്റും കുറ്റമൊക്കെ അവന്റെ മേൽ വെച്ചുകെട്ടി അവനെ മഹാപാതകിയാക്കിയതിന്, രോഗിയാക്കിയതിന് ആരാ ഉത്തരവാദി? ഈ അച്ഛനും മോളും അല്ലേ? സുമിത്രയ്ക്ക് ദിലീപിനോടായിരുന്നു ഇഷ്ടം. അതൊരു ഉറച്ച പ്രേമബന്ധം തന്നെ ആയിരുന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? എങ്കിൽ പിന്നെ ആ ബന്ധം അങ്ങ് നടത്തി കൊടുത്താ പോരായിരുന്നു ബാലമാമ? കാരണം എന്തെങ്കിലും ഉണ്ടാവും. ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാ മഹാകവി ശങ്കർജി. അന്ന് പ്രസാദാണ് ദിലീപിനേക്കാൾ മെച്ചമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. ഇപ്പൊ തിരിച്ചും തോന്നുന്നു. പേരിൽ മാത്രം മഹാത്മാവും പെരുമാറ്റത്തിലും ആർത്തിയിലും വെറും തറ ടിക്കറ്റുമായ എത്രയോ എഴുത്തുകാരി ഭൂമിയിലുണ്ട്. അതിലൊരാൾ ശങ്കർജി. രമേശ, എന്താ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളെക്കാളൊക്കെ ആ മനുഷ്യനെ ബഹുമാനിച്ചവനാണ് രമേശൻ. അയാൾ എഴുതിയ ഓരോ കവിതയും കാണാതെ പഠിച്ചവൻ. അതേ രമേശനാ പറയുന്നത് അയാൾ ഒരു ഫ്രോഡാണ്. ഇത് ചതിയാണ് ബാലമാമ, ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ചതി. കുറെ ആരോപണങ്ങളും കുറെ കണ്ണീരും കൊണ്ട് അച്ഛനും മോളും നമ്മളെ നിശബ്ദരാക്കി, നമ്മുടെ പ്രസാദിനെ കുറ്റവാളിയാക്കി, രോഗിയാക്കി. എന്നിട്ടിപ്പോ പുതിയ വിവാഹം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഒരു ഡൈവോഴ്സ് നോട്ടീസ്. ആയിക്കോട്ടെ, നമ്മുടെ പ്രസാദിന് അവൾക്ക് വേണ്ടെങ്കിൽ പ്രസാദിന് അവളെയും വേണ്ട. ഡൈവോഴ്സിന് നമ്മൾ തയ്യാറാ. പക്ഷെ അതിനുവേണ്ടി അവർ കാണിക്കുന്ന ഈ വൃത്തികെട്ട ധൃതി ഉണ്ടല്ലോ, അത് വേണ്ട. ഗൾഫുകാരൻ പഴയ കാമുകനല്ലേ, അവന്റെ പ്രേമം യഥാർത്ഥമാണല്ലോ. അവൻ കാത്തു നിൽക്കട്ടെ, എല്ലാവരും കാത്തു നിൽക്കട്ടെ. നമുക്ക് യാതൊരു ധൃതിയില്ല. ഈ ഡൈവോഴ്സിന് അത്ര പെട്ടെന്നൊന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല. അത് ശരിയല്ല രമേശ. നടന്നത് എന്തുമാവട്ടെ, അവരുടെ ലക്ഷ്യമോ മനോഭാവമോ എന്തുമാവട്ടെ, പ്രസാദും സുമിത്രയും രണ്ട് വീടുകളിൽ രണ്ട് അപരിചിതരായി താമസിച്ചപ്പോഴേ അവര് തമ്മിലുള്ള ബന്ധം അറ്റു. അത് കൂട്ടി യോജിപ്പിക്കാനുള്ള നമ്മുടെ എത്രയോ ശ്രമങ്ങളും തകർന്നു. ഇനി നമുക്കെന്തൊരു വാശി? ആരോട് വാശി? അല്ലേ മോളെ? മനസ്സുകൊണ്ട് സുമിത്ര പ്രസാദിനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് മറ്റേത് പുരുഷനെ സ്വീകരിച്ചാലും നമുക്കെന്താ? പക്ഷെ എന്റെ അനിയൻ എനിക്ക് വലുതാണ്. അവൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്ക് എനിക്ക് മറുപടി കൊടുത്തേ മതിയാവൂ. കാമുകനും കാമുകിയും കാമുകിയുടെ മഹാനായ അച്ഛനും 3 പേരും കാത്തു നിൽക്കട്ടെ. ഇന്ന് ഡൈവോഴ്സ്, നാളെ പുതിയ വിവാഹവും. അതിന് നമ്മൾ സമ്മതിക്കുന്നില്ല. വന്നില്ലല്ലോ ഡോക്ടർ. വരും വരും രേഖേ.
ഞാൻ വരാൻ വൈകിയില്ലല്ലോ. ഇല്ല, ഇരിക്കൂ. എന്താ അത്യാവശ്യമായി വിളിച്ചത്? ഇവിടെ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. റാം അത് അറിഞ്ഞിട്ടുണ്ടോ എന്തോ? അത് ടി വിയിലും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടാണോ ഇങ്ങോട്ടൊന്ന് വരികയോ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കുകയോ പോലും ചെയ്യാതിരുന്നത്? കൊള്ളാം, നല്ല ചോദ്യം തന്നെ. ഞാൻ എങ്ങനെ വരും, എങ്ങനെ വിളിക്കും? മേലാൽ ഈ പടി കടന്നേക്കരുതെന്നും പറഞ്ഞ് ലാസ്റ്റ് വാണിംഗ് നിന്ന് വിട്ടതല്ലേ എന്നെ. അതിവള് മറന്നു. ഇവിടെ വന്നുപോയാൽ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു വരെ അവള് പറഞ്ഞു, ഇല്ലേ? പിന്നെ എങ്ങനെ എനിക്ക് വരാനോ വിളിക്കാനോ പറ്റും? സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഈ ഘട്ടത്തിൽ അതൊന്നും റാം മനസ്സിൽ സൂക്ഷിക്കരുത്. ഒരു ക്രൈസിസിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ രേഖ. എനിക്കറിയാം. സത്യം പറയട്ടെ ഡോക്ടർ, ടി വിയിൽ വാർത്ത കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ ഭാവിച്ചതാണ്. പിന്നെയും മടിച്ചു. അങ്ങനെ ആയിരുന്നല്ലോ ഞങ്ങൾ പിരിഞ്ഞത്. ദുഃഖം അന്വേഷിച്ച് എന്നിട്ട് വീണ്ടും ചീത്ത കേൾക്കേണ്ടി വന്നാലോ എന്ന് പേടിച്ച് പിന്തിരിഞ്ഞതാണ്. ഒരാവശ്യമില്ലാതെ അവൾ എന്നോട് പിണങ്ങിയത്, അതും ഒരു ഔട്ട്സൈഡർക്ക് വേണ്ടി. ആ വിഷയമൊന്നും ഇപ്പൊ എടുത്തിടണ്ട. കണ്ടോ അവളുടെ ഭാവം മാറിയത്? കണ്ടോ ഡോക്ടർ? ലുക്ക് റാംമോഹൻ, അതല്ല ഇപ്പോഴത്തെ ഇഷ്യൂ. അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്താണ്? പറയൂ. രേഖ ഇപ്പോൾ ഒരു ക്രൈസിസിലാണ്. അതായത് ഒരു 12 ലക്ഷം രൂപയുടെ ബാധ്യത. 12 ലക്ഷമോ? ഹൗ? ദുരന്തത്തിൽ മരിച്ചത് 3 രോഗികളാണല്ലോ. അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക 15 ലക്ഷമാണ്. അത് വാദിച്ച് ഞങ്ങൾ 12 ആക്കി. അത് മണ്ടത്തരമായി പോയി ഡോക്ടർ. അത് കൊടുക്കരുത്. അവരോട് പോയി കേസ് കൊടുക്കാൻ പറയേ. നോ റാം, അങ്ങനെ ബലാബലം നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലിത്. 3 മരണങ്ങളുടെ നിഴലിലാണ് ഇപ്പോഴും നഴ്സിംഗ് ഹോമും ഞങ്ങളും. പബ്ലിക്കിന്റെ മുമ്പിൽ ഈ സ്ഥാപനത്തിന്റെ പേരിടിഞ്ഞു കഴിഞ്ഞു. ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളിത് ചെയ്തേ മതിയാവൂ. 12 ലക്ഷമെങ്കിൽ 12 ലക്ഷം. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 8 ലക്ഷം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പോരല്ലോ, 4 ലക്ഷം കൂടി വേണം. അതെ ഏട്ടാ, ഏട്ടൻ എന്നെ സഹായിക്കണം. വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ലെന്നറിയാലോ. ആൾക്കാരിനിയും ഈ മുറ്റത്ത് വന്ന് ലഹള കൂട്ടിയ സത്യാഗ്രഹം ഇരുന്ന അതെനിക്ക് സഹിക്കാവുന്നതിലേറെയാണ്. പ്ലീസ് ഹെൽപ്പ് മീ. 4 ലക്ഷം അല്ലേ? അതെ, റാം വിചാരിച്ചാൽ അത് ഈസിയായിട്ട് തരാൻ പറ്റും, ഇല്ലേ? വെറുതെ വേണ്ട, കടമായും വേണ്ട. ഏട്ടൻ അന്ന് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഈ വസ്തു മുഴുവനും ഏട്ടന് വിട്ടുതരാം. വസ്തുവോ? ആരാണിപ്പോ വസ്തു ചോദിച്ചത്? രേഖേ, പുര കത്തുമ്പോ വാഴ വെട്ടുന്നവനല്ല നിന്റെ ഏട്ടൻ. അതാദ്യം മനസ്സിലാക്ക. അതല്ല ഏട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. നീ തൽക്കാലം ഒന്നും ഉദ്ദേശിക്കണ്ട. നിനക്കിപ്പോ 4 ലക്ഷം രൂപയല്ലേ വേണ്ടത്? ഞാനത് തരാം. നിനക്കൊരു ക്രൈസിസ് ഉണ്ടാവുമ്പോ ഞാനല്ലാതെ മറ്റാരാ ഹെൽപ്പിന് വരേണ്ടത്? തിരികെ വേണമെന്നൊരു ആഗ്രഹവും കൂടാതെ നിനക്ക് ഞാൻ പണം തരും മോളെ. പക്ഷേ പ്രോപ്പർട്ടി എഴുതരാൻ ഞാൻ തയ്യാറാണ് ഏട്ടാ. വാങ്ങാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ? ഡോക്ടർ, ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പക്ഷേ റാമിന്റെ മോഹമായിരുന്നില്ലേ ഇവിടെ ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കെട്ടണമെന്ന്? ജനങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് ഇനി ഈ നഴ്സിംഗ് ഹോം തുടരുന്നതിൽ അർത്ഥമില്ല. ഞാനിത് അടച്ചുപൂട്ടാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. മണ്ടത്തരം പറയല്ലേ മോളെ. ഇത്രയും മാന്യതയുള്ളൊരു സ്ഥാപനം അടച്ചുപൂട്ടാൻ എളുപ്പമാണ്.
എളുപ്പ വഴിയല്ല നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇത് നിലനിർത്താനാണ്. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? ആരെയാ പേടിക്കുന്നത്? പൊതുജനം എന്ന കഴുതിയെയോ? പോകാൻ പറ. ഞാനില്ലേ നിന്റെ സഹായത്തിന്? ആ, കൂടുതൽ സംസാരം വേണ്ട. പണം എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആ നിമിഷം ഞാനിവിടെ എത്തിക്കും. ഓക്കെ, ഡോണ്ട് വറി. വരട്ടെ ഡോക്ടർ. ശരി. ആ. മിറാക്കിൾ അല്ലേ രേഖ? സത്യമായും മിറക്കിൾ തന്നെ ഡോക്ടർ. വിശ്വസിക്കാൻ ഒക്കുന്നില്ല. യെസ്. വേണ്ട, മതി. നഴ്സിംഗ് ഹോമിൽ നിന്ന് വന്നിട്ട് കുറേ ദിവസമായി. ഇതുവരെ ഒന്ന് പുറത്തിറങ്ങിയിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞാവാം പ്രസാദേ. നല്ല വിശ്രമമാണ് നിനക്കിപ്പോൾ ആവശ്യം. ഇത്രയും ദിവസം വിശ്രമിച്ചില്ലേ? എനിക്കിപ്പോൾ ഒരു ക്ഷീണവും തോന്നുന്നില്ല. ഇനിയും വിശ്രമിച്ചാലാ ക്ഷീണം തോന്നുക. ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയാവൂ. ഡോക്ടറോടൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോരെ? എന്താ അടുത്ത് ഈ പറയുന്നത്? ഫുഡ് പോയ്സണിങ്ങിന്റെ അവസാന തണുക്കളും ഈ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞു. ഇനിയും രോഗിയാന്ന് പറഞ്ഞ് കട്ടിൽ കിടക്കണോ? എങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നതില്ലേ ഭേദം. അതല്ല പ്രസാദേ, പുറത്തേക്ക് ഇറങ്ങിയാൽ അനാവശ്യമായ ചോദ്യങ്ങൾ ഉണ്ടാവും. പുതിയ വിഷയങ്ങൾ കിട്ടാതെ മുഷിഞ്ഞിരിക്കുക നാട്ടുകാര്. നിന്നെ കണ്ടാല് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. നിനക്കത് ബുദ്ധിമുട്ടാവും. പരിചയക്കാരെ കാണാനല്ല ഞാൻ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ്. എനിക്കിവിടെ ആരാ പരിചയക്കാര്? ഒരാളെ മാത്രം കാണണമെന്നുണ്ട്. സുമിത്രേ. പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട മോനെ, ഞാനും വരാം. എനിക്കും അവളെ ഒന്ന് കാണണം, എല്ലാം പറയണം. അമ്മ ഒന്നും മിണ്ടായിരിക്കണുണ്ടോ? പോകുന്നെങ്കിൽ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞു മതിയെന്ന് എന്റെ പക്ഷം. കാരണം സുമിത്ര നിന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നു എന്നുള്ളത് നേരാണ്. പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം സുമിത്രയോ ശങ്കർ സാറോ മറന്നു എന്ന് നീ വിചാരിക്കരുത്. പക്ഷെ രമേശ, മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ സുമിത്ര ഇവനെ കാണാൻ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വീണ്ടു വിചാരം ഉണ്ടായിട്ടുണ്ടെന്നാ. വീണ്ടു വിചാരം? അമ്മ എന്തറിഞ്ഞട്ടായി പറയണേ? അങ്ങനെ വീണ്ടു വിചാരം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവണമെങ്കിൽ അതിന് നേരത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഫുഡ് പോയ്സണിങ്ങിന്റെ വാർത്തയും ചിത്രവും ഒക്കെ പത്രത്തിലും ടി വിയിലും കണ്ടപ്പോ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത രോഗികളുടെ ലിസ്റ്റില് ഇവന്റെ പേരും കണ്ടു. അപ്പൊ ഏതൊരു ജീവിക്കും ഉണ്ടാകാവുന്ന ആകാംക്ഷ, അത് മാത്രമേ സുമിത്രയ്ക്ക് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് സുമിത്ര ഒരു വിസിറ്റ് നടത്തിയത്. അതിന് വെറുതെ സെന്റിമെന്റൽ ടച്ച് ഒന്നും കൊടുക്കാതെ പ്രസാദേ. അല്ലെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ വന്നു പോയ ശേഷം ഒന്ന് ഫോൺ ചെയ്തു പോലെ അന്വേഷിച്ചോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വരവ് ഒരു വെറും ചടങ്ങായിരുന്നു, പത്രവാർത്ത സൃഷ്ടിച്ച ചടങ്ങ്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല രമേശ. പ്രസാദിന്റെ ആ അവസ്ഥ കണ്ടപ്പോ സുമിത്രയുടെ കണ്ണ് നിറഞ്ഞതും ചടങ്ങായിരുന്നോ? ഞാൻ വിശ്വസിക്കില്ല. അമ്മ ഇപ്പൊ വിശ്വസിക്കേണ്ട സമയം വരും, അപ്പൊ വിശ്വസിച്ചാ മതി. പക്ഷെ രമേശ. അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. അമ്മ ഇന്ന് വന്നേ. രമേശേട്ടൻ പറഞ്ഞതാവാൻ ശരി, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ സുമിത്രയെ കാണുന്നത് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനോ കുമ്പസരിക്കാനോ അല്ല. ആ സമയമൊക്കെ എന്നേ കഴിഞ്ഞുപോയെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ പത്രവാർത്തയുടെ പേരിലായാലും ചടങ്ങിന് വേണ്ടിയാണെങ്കിലും സുമിത്ര എന്നെ വന്ന് കണ്ടല്ലോ, അതിനുള്ള മനസ്സ് കാണിച്ചല്ലോ. അതിനൊരു നന്ദി പറയാൻ മാത്രമായെങ്കിലും ഞാൻ അവിടം വരെ ഒന്ന് പോകണം രമേശേട്ടാ.